ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം ശ്ലോകങ്ങൾ 17, 18, 19. കർമ്മണോ ഹ്യഭി ബോധ്യവ്യം കർമ്മണഃ അഭി ബോധ്യവ്യം ബോധ്യവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധ്യവ്യം ഗഹനാ കർമ്മണോ ഗതിഃ കർമ്മണ്യഃ കർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്തഃ കൃഷ്ണകർമ്മകൃത് യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണാം തമാഹുഃ പണ്ഡിതംബുധാഃ. കർമ്മണോ ഹ്യഭി ബോധ്യവ്യം ബോധ്യവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധ്യവ്യം ഗഹനാ കർമ്മണോ ഗതിഃ കർമ്മണ്യഃ കർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്തഃ കൃഷ്ണകർമ്മകൃത് യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണാം തമാഹു പണ്ഡിതംബുധാഃ. ഭഗവാൻ പറയുകയാണ്, കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാള് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം ഒരാള് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കർമ്മമൊന്നും ചെയ്യാതിരിക്കുന്നതിന്റെ തത്വവും നീ അറിയണം അർജുന. ഇതൊക്കെ സ്വയം അറിയാൻ കഴിയുന്നതല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നതല്ല. ഈ വിശാലമായ വിശ്വത്തിന്റെ ഉൽപ്പത്തിയും നിലനിൽപ്പും കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ശ്രേഷ്ഠമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഗുണധർമ്മങ്ങൾക്ക് അനുസൃതമായ സ്വകർമ്മങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒപ്പം തന്നെ നിഷിദ്ധ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നറിഞ്ഞ് നിരാകരിക്കാനുള്ള കഴിവും നേടണം. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് കർമ്മങ്ങളെ ആശ്രയിച്ചാണെന്ന് പറഞ്ഞുവല്ലോ. കർമ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ വൈപുല്യം അനുമാനത്തിനും അതീതമാണ്. കർമ്മരഹിതനായി ജീവിക്കുക ദുസാധ്യമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അർജുനന് സംശയം, കർമ്മങ്ങളിൽ നിമഗ്നനായാൽ കർമ്മബന്ധമുണ്ടാകുകയില്ലേ കൃഷ്ണ എന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഈശ്വരാർപ്പണമായി കർമ്മങ്ങളിൽ മുഴുകുന്നവന് കർമ്മബന്ധനമുണ്ടാകുന്നില്ല. ആ കർമ്മങ്ങളുടെ കർത്താവ് താനാണെന്ന് അഹങ്കരിക്കാതിരിക്കുമ്പോൾ അവൻ കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നു. വേഗമേറിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഇരുവശത്തും സ്ഥിരമായി നിൽക്കുന്ന കെട്ടിടങ്ങളും വൃക്ഷങ്ങളുമെല്ലാം എതിർദിശയിലേക്ക് പാഞ്ഞു പോകുന്നതായി കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് നാമാണെന്ന ബോധം വീണ്ടു കിട്ടുമ്പോൾ ഇരുവശത്തുകൂടിയും വേഗത്തിൽ എതിർദിശയിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതായി തോന്നിച്ചവ നിശ്ചലങ്ങളാണെന്നും അവയ്ക്ക് ചലനമുണ്ടായതായി തോന്നിയത് വെറും ഭ്രമമായിരുന്നുവെന്നും നമുക്ക് തോന്നാറില്ലേ? നമുക്ക് ഇപ്പൊ അങ്ങനെ തോന്നിയില്ലെങ്കിലും ചെറുപ്പത്തിൽ അങ്ങനെ തോന്നുമായിരുന്നല്ലേ? അതുപോലെ ദേഹേന്ദ്രിയാദികൾ ചെയ്ത കർമ്മങ്ങൾ അവയുടെ മാത്രം പ്രവർത്തനമായിരുന്നുവെന്നും ജീവാത്മാവിന് ആ കർമ്മങ്ങളുമായി ഒരു ബന്ധവുമില്ലായിരുന്നുവെന്നും അറിയുമ്പോൾ അവന് കർമ്മത്തിൽ അകർമ്മത്തെ കാണുവാൻ സാധിക്കും. അതുപോലെ ആത്മസ്വരൂപം ഗ്രഹിക്കാത്ത ഒരുവൻ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനോബുദ്ധി അഹങ്കാരങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകർമ്മത്തിൽ കർമ്മമുണ്ടാകുന്നു. ഈ വിധത്തിൽ കർമ്മ അകർമ്മ ഭാവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവൻ ജ്ഞാനിയാകുന്നു. ആ പണ്ഡിതനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നേയില്ല. ഒന്നും കാണാതെ തന്നെ അവൻ പ്രപഞ്ചത്തെ മുഴുവൻ വീക്ഷിക്കുന്നു. അവൻ പ്രപഞ്ചവുമായി സാമ്യം പ്രാപിക്കുന്നു. ആ ബുദ്ധിമാന്റെ പരിശ്രമങ്ങളിൽ സ്വാർത്ഥമോഹങ്ങളോ ഫലകാംക്ഷകളോ ലേശം പോലും ഉണ്ടാകുകയില്ല. ഭൗതിക സുഖങ്ങൾ നേടാൻ വേണ്ടി അയാൾ ഒരു കർമ്മത്തിനും ഒരുങ്ങുന്നില്ല. അതേസമയം അയാൾക്ക് കർമ്മങ്ങളുടെ നേർക്ക് വിരക്തിയോ ഉദാസീനതയോ ഉണ്ടാകുന്നുമില്ല. അയാൾ
ലൗകിക കർമ്മങ്ങളിൽ മുഴുകുന്നത് സർവ്വലോകക്ഷേമം ലാക്കാക്കി മാത്രമായിരിക്കും. ലൗകിക കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ അയാൾ ജീവസന്ധാരണത്തിന് വേണ്ടി മാത്രം ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യും. പ്രവർത്തികൾക്ക് എന്തെങ്കിലും ഫലം ലഭിക്കണമെന്നോ പുത്തനായി എന്തെങ്കിലും കർമ്മം ആരംഭിക്കണമെന്നോ ആരംഭിച്ച കർമ്മം പൂർത്തിയാക്കണമെന്നോ ചിന്തിച്ച അയാൾ വ്യാകുലപ്പെടാറേയില്ല. താൻ നിർവികാരനും നിർലേപനുമായ ആത്മാവ് തന്നെയാണെന്നുള്ള ജ്ഞാനമാകുന്ന അഗ്നിയിൽ അയാളുടെ കർമ്മങ്ങളെല്ലാം ദഹിച്ചു പോകുന്നു. ജീവമുക്തനായ അയാൾ പരബ്രഹ്മം തന്നെയാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാമാണല്ലേ ഈ ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഹരേ കൃഷ്ണ. 17, 18, 19 ശ്ലോകങ്ങളുടെ അർത്ഥം കൂടി നമുക്ക് നോക്കാല്ലേ. ഇപ്പോൾ കുറെയൊക്കെ സംസ്കൃത വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പിടികിട്ടിയല്ലേ? കാരണം എല്ലാ ശ്ലോകങ്ങളിലും ആവർത്തിച്ച് വാക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? ഹരേ കൃഷ്ണ. ശ്ലോകം 17. കർമ്മണഃ അഭി ബോധ്യവ്യം ബോധ്യവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധ്യവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണഃ അഭി കർമ്മത്തിന്റെയും, അതായത് തത്വം, ബോധ്യവ്യം ഹി തീർച്ചയായും അറിയേണ്ടതാണ്, വികർമ്മണ ച നിഷിദ്ധ കർമ്മത്തിന്റെയും. ഇവിടെ രണ്ടാമത്തെ ബോധ്യവ്യം വരുന്നത് അത് മനസ്സിലാക്കണം എന്നാണ്. അതായത് കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അകർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ, ഏതൊക്കെയാണ് ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കണം എന്നാണ് ഈ രണ്ടാമത്തെ ബോധ്യവ്യം എന്ന് പറയുന്നത്. കർമ്മണഃ കർമ്മത്തിന്റെ ഗതിഹി, ഗതി ഗഹന വളരെ ദുർഗ്രഹമാണ്. 18ാമത്തെ ശ്ലോകം. കർമ്മണ്യ കർമ്മയ പശ്യേ അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണ കർമ്മകൃ. യഹ, യഹ എന്നാൽ യാതൊരുവൻ, കർമ്മിണി കർമ്മത്തിൽ, അകർമ്മ അകർമ്മത്തെയും, അകർമ്മണി അകർമ്മത്തിൽ, എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന വാക്കുകൾ തന്നെയാണല്ലേ. കർമ്മജ കർമ്മത്തെയും, വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. പശ്യേത് കാണുമോ, സഹ സഹ എന്നാൽ അവൻ, അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ടല്ലേ. മനുഷ്യേഷു മനുഷ്യരിൽ, ബുദ്ധിമാൻ ബുദ്ധിമാനാകുന്നു, കൃഷ്ണ കർമ്മകൃ സകല കർമ്മങ്ങളും ചെയ്യുന്നവനെങ്കിലും, യുക്തഃ അഭൗതികനാകുന്നു. 19ാമത്തെ ശ്ലോകം. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധ കർമാണം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ യാതൊരുവന്റെ, സർവേ എല്ലാം, സമാരംഭാഃ പരിശ്രമങ്ങളും, കാമസങ്കൽപ്പവർജിതാഃ ഭൗതിക സുഖമോഹരഹിതങ്ങളായിരിക്കുന്നുവോ, ജ്ഞാനാഗ്നിദഗ്ധ കർമാണം തം ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമ്മങ്ങളെ ദഹിപ്പിച്ച അവനെ, പണ്ഡിതം പണ്ഡിതനെന്ന്, ബുധാഹ വിദ്വാൻമാർ, ആഹുഹു പറയുന്നു. ഹരേ കൃഷ്ണ.